എന്റെ ദൈവമേ, ഇതും അണിഞ്ഞോണ്ടാണോ നീ അവിടെ നിന്ന് ഇറങ്ങിയത്? ഏയ്, അങ്ങനെ ഒരു ആന മണ്ടത്തരം സിസിലി കാണിക്കുന്നു മാഡത്തിന് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ വീട്ടിൽ പോയി അണിഞ്ഞതാ. അല്ല, എങ്ങനെയുണ്ട്? ശരി ശരി, സംഭവം ഇവിടെ എടുക്ക്. ദാ ഇപ്പൊ എടുക്കാം. ദാ ഈ സിസിലി ഒരു കാര്യം ഏറ്റതാ. അവിടെ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ലല്ലോ? പഞ്ചരത്നത്തിലെ ഒരു ഈച്ച പോലും അറിയാതെയാ ഞാൻ ഈ ഓപ്പറേഷൻ നടത്തിയത്. ആ, എന്നാ ഇനി നേരം കളയണ്ട. ഇട്ട് കൊതി തീർന്ന സ്ഥിതിക്ക് അതുകൂടി വേഗം ഉരിയെടുക്ക്. എന്റെ പണിക്കൂലിയായി ഞാനെടുത്ത സാധനങ്ങളാ ഇതൊക്കെ. മാഡത്തിനുള്ളത് അതിൽ തന്നെ ഉണ്ടല്ലോ. സിസിലി തമാശ പറയുവാണോ? അയ്യോ, മാഡത്തിന് അങ്ങനെ തോന്നിയോ? മാഡം, നീ ഒരു നെക്ലേസും മാലയെ ഞാൻ എടുത്തുള്ളൂ. ആരോട് ചോദിച്ചിട്ട്? അതൊന്നും പറ്റില്ല. അല്ലേ, ഇത് എവിടുത്തെ ന്യായം? ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ പണി ചെയ്തത് പിന്നെ ഓസിലാണോ? ഏത് പണിക്കായാലും കൂലി വാങ്ങുന്നതിനൊരു കണക്കില്ലേ സിസിലി? ന്യായം പോലെ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. നീ ആദ്യം ആ ഓർണമെന്റ്സ് ഇങ്ങോട്ട് ഉരുത്തന്നേ. അയ്യേ, സിസിലിക്ക് ആകെ 15% പണിക്കൂലി. 60ന്റെ 15% എന്ന് പറയുമ്പോ എത്രയാ? 9 പവൻ വരും. അതെനിക്ക് കിട്ടണം. സത്യം പറഞ്ഞ മേഡത്തിന് അത് ലാഭം തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു സാധാരണ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങാനായിരുന്നെങ്കിൽ പണിക്കൂലിയും കൊടുക്കണം, ടാക്സും കൊടുക്കണം. ഇതിപ്പോ ഞാൻ ടാക്സ് എടുത്തിട്ടില്ല. അതുതന്നെ വലിയ ലാഭമല്ലേ മാഡം? വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലി എടുത്ത് തലേ വെക്കണ്ട. നീ ഈ സ്വർണം ഇട്ടുകൊണ്ട് നടന്ന പഞ്ചരത്നത്തിലുള്ളവര് തന്നെ നിന്നെ പിടികൂടും, പോലീസിലും ഏൽപ്പിക്കും. ഞാൻ അത്രയും വലിയ ആന മണ്ടിയല്ലെന്ന് മാഡത്തിനോട് ആദ്യമേ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ തന്നെ ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി ഞാൻ ഇത് മാറ്റി വാങ്ങും. എന്നിട്ട് അവരുടെ മുന്നിൽ റോൾഡ് ഗോൾഡ് ആണെന്നും പറഞ്ഞ് ഇട്ടോണ്ട് നടക്കും. എങ്ങനെയുണ്ട് സിസിലിയുടെ ഐഡിയ? എന്റെ പൊന്ന് സിസിലി, 9 പവൻ കുറഞ്ഞ എന്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ ഇത് മുഴുവൻ കൊണ്ടുപോയി അങ്ങ് തിരിച്ചു വെച്ചേക്ക്. കർത്താവേ, എല്ലാം കൂടെ തിരിച്ചു വെക്കേണ്ടി വന്നാ കടിച്ചതും പോവും, പിടിച്ചതും പോവും. ആകെ 30 ലക്ഷം രൂപയുള്ളവേ കിട്ടൂ. അതിൽ 25 ലക്ഷവും കേസ് ഒതുക്കി തീർക്കാൻ ചെലവാവും. ബാക്കി പണമേ എന്റെ ആവശ്യങ്ങൾക്കുള്ളൂ. ചെറുതായി ഒന്ന് കോംപ്രമൈസ് ചെയ്യുന്നതാ ബുദ്ധി. സിസിലി, നീ ഇങ്ങനെ അത്യാർത്ഥി കാണിക്കാതെ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിലേ നമുക്ക് 2 പേർക്കും ഗുണമില്ലാതെ പോവും. ശരി മാഡം, മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം സിസിലി ചെയ്യത്തില്ല. മാഡം, അപ്പോ ആ നെക്ലസോ? എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് വേണമല്ലോ മാഡം. ഇത് മതി, ഇത് മാത്രം മതി. 3.5 പവൻ മതിക്കുന്ന നെക്ലസ് അത്. ആയിക്കോട്ടെ, കേസ് ഒതുക്കി തീർത്തിട്ട് ബാക്കി വരുന്ന 5 ലക്ഷം ഉണ്ടല്ലോ, എനിക്ക് ഈ നെക്ലേസ് എങ്കിലും കിട്ടണം. ശരി, സമ്മതിച്ചു. പക്ഷെ ഇപ്പോ നീ ആ നെക്ലസ് എനിക്ക് ഊരി തന്നേ പറ്റൂ. അതിനു പകരം 3 പവന്റെ പുതിയ നെക്ലസ് 2 ദിവസത്തിനകം വാങ്ങിത്തരാം. എന്നാ പിന്നെ അതാ നല്ലത്. ഞാൻ കൊണ്ടുപോയി മാറ്റി വാങ്ങി റിസ്ക് എടുക്കാൻ നിൽക്കേണ്ടതില്ലല്ലോ. അതെ, 3 പവൻ തികച്ചു ഉണ്ടാവണം. പിന്നെ എനിക്ക് ഇത്രയും വലിയ ഉപകാരം ചെയ്തു തന്ന സിസിലിയെ ഞാൻ പറ്റിക്കോ? അതില്ല, എനിക്കറിയാം. ശരി സിസിലി, എന്നാ സിസിലി വിട്ടോ. ശരി മാഡം. വാങ്ങുമ്പോ തൂക്കം നോക്കി തന്നെ വാങ്ങണം മാഡം, കേട്ടോ? അതെ, ഏതെങ്കിലും നല്ല ജ്വല്ലറി നോക്കി വാങ്ങണട്ടോ. എല്ലാരും പറ്റിപ്പോയിപ്പോ. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ? ശരി ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.